ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് പുതിയൊരു വർക്കായിട്ടാണ് വന്നത് കേട്ടോ. മാലയല്ല, ബാഗ്. ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബാഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ വേറൊരു മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കുറച്ചായി കേട്ടോ, കുറച്ച് ദിവസമായി. അപ്പോൾ ആ ആൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സോറി കേട്ടോ. ഇത് എന്താ പറയുക, കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ഈ ഒരു വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ഞാൻ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കി. അതിൻ്റെ കറക്റ്റ് മെത്തേഡല്ല, എനിക്ക് എളുപ്പമാണെന്ന് തോന്നുന്ന മെത്തേഡ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ഞാൻ എടുത്തത് 7mm ബീഡാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡാണോ ഉള്ളത് അതെടുക്കാം, ചെറുതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ബാഗിന് ഏത് ബീഡാണോ വേണം എന്ന് തോന്നുന്നത് ആ ഒരു ബീഡ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗിയർ വയറാണ്. കുറച്ച് ലെങ്ത്തിലെടുക്കുക. ഒരുപാട് ലെങ്ത് ആയാലും നമ്മൾ മെടഞ്ഞെടുക്കുമ്പോൾ കുരുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ലെങ്ത്തിലെടുക്കാം. നമ്മൾ ഇത് തീർന്നു പോയാലും വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഒരുപാട് എടുത്തിട്ട് കുരുക്കി വെക്കാനൊന്നും നിൽക്കേണ്ട. തീർന്നു പോയാൽ നമുക്ക് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ല എങ്കിൽ ത്രെഡ് എടുക്കാം, നല്ല കട്ടിയുള്ള ത്രെഡ് എടുക്കാം. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മറ്റേ പോളിസ്റ്റർ ത്രെഡ് അല്ലെങ്കിൽ നൈലോൺ ത്രെഡ്, നങ്കീസ്, അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേരെ സെൻറ്ററിൽ മടക്കി വെച്ചതിന് ശേഷം ഇതിൽ ഫസ്റ്റ് 3 ബീഡ് കോർക്കാം. അപ്പോൾ 3 ബീഡ് കോർത്തതിന് ശേഷം ഇതേപോലെ 3 ബീഡ് കോർക്കാം. എന്നിട്ട് 4ാമത്തെ ബീഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു അറ്റമില്ലേ, ഗിയർ വയറിൻ്റെ ഈ ഒരു അറ്റത്തിൽ നേരെ ഓപ്പോസിറ്റായിട്ട് കോർക്കുക. ഇവിടെ ഒരു പൂച്ചയുണ്ട്, ആളെന്തിനോ ബഹളം വെക്കുന്നുണ്ട്, കാര്യമായിട്ട് എന്നോട് എന്തോ പറയുന്നുണ്ട്. ഞാൻ എന്താ നോക്കട്ടെ. ഓക്കെ, ഇതേപോലെ ഓപ്പോസിറ്റായിട്ട് കോർത്തിട്ട് ഇങ്ങനെ വലിച്ച് സെൻറ്ററിലെത്തിയാൽ ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ വന്നു. ഞാൻ ഇവൾക്ക് എന്താ വേണ്ടത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇതേപോലെ ചെയ്തു. ഇനി വന്നിട്ട് നമ്മൾ കഴിഞ്ഞ മാലയിലല്ല ബാഗിലും ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തത്. പക്ഷെ അതിൽ ചെറിയൊരു ഡിഫറൻസ്, ചെറിയൊരു മാറ്റം, പിന്നെയും ചെറുതെന്ന് പറഞ്ഞത്, അതിൽ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ വേറൊരു മോഡലാക്കി എടുക്കാം. അടുത്ത വന്നിട്ട് 2ലും ഓരോ ബീഡായിട്ട്, 2 ഗിയർ വയറിലും ഓരോ ബീഡായിട്ട് കോർത്തു. എന്നിട്ട് വീണ്ടും ഒരു ബീഡ് എടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റായിട്ട് കോർത്തെടുക്കാം. ഇതേപോലെ കോർക്കാം. ഇതേപോലെ വന്നു. അങ്ങനെ ഇവിടെ കണ്ടോ, ഈ സെൻറ്ററിൽ 1 2 3 സെൻറ്ററിലാണേ, കാണുന്നുണ്ടോ? ഈ ഒരു സെൻറ്ററിൽ 7 ബീഡ് വരുന്ന രീതിയിൽ കോർക്കാം. അപ്പം ഞാനിത് ചെറിയ ബാഗാണ് ഉണ്ടാക്കുന്നത്. അതിൽ വലിയ ബാഗ്, കുറച്ചുകൂടി വലിയ ബാഗാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവർ ഒറ്റ സംഖ്യ, ഈ ഒരു സെൻറ്ററിൽ വരുന്ന ബീഡ് ഒറ്റ സംഖ്യയിൽ കോർക്കാം. അപ്പം ഞാനിവിടെ 7 ബീഡ് കോർക്കാം. 7 ബീഡ് കോർത്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ കോർക്കാം. ഇവിടെ വന്നിട്ട് 6 ബീഡായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 7 ബീഡ് കോർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സംഖ്യയിൽ വരണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് എത്രയിലാണെങ്കിലും ഒറ്റ സംഖ്യയിൽ വരാം. ഏറ്റവും ലാസ്റ്റിൽ കോർക്കുന്നതിൽ നമ്മൾ നേരത്തെ കോർത്തത് എങ്ങനെയാണ്, 2ലും ഓരോന്ന് കോർത്തിട്ട് അടുത്തത് 2ഉം ഓപ്പോസിറ്റായിട്ട് കോർക്കുകയല്ലേ ചെയ്യുന്നത്. ലാസ്റ്റ് അങ്ങനെ ചെയ്യാതിരിക്കുക. അതിനേക്കാളും കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ഭാഗത്ത് 2 ബീഡ് കോർക്കുക. ഓക്കെ, 2 ബീഡ് കോർത്തതിന് ശേഷം തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു ബീഡ് കോർക്കുക. എന്നിട്ട് ആ ഒരു ബീഡിനെ ഓപ്പോസിറ്റായിട്ട് കൊടുക്കുക. ഓക്കെ, സെൻറ്ററിലെ ബീഡിനെ അല്ലാതെ സൈഡിലുള്ള ബീഡിനെ ഓപ്പോസിറ്റായിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു 2 ത്രെഡും, ഈ ഒരു ത്രെഡല്ല ഗിയർ വയറാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു പോയാലും നിങ്ങൾ മനസ്സിലാക്കുക ഗിയർ വയറാണ്.
കണ്ടോ ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലേക്ക് വന്ന്. അല്ല എങ്കിൽ നമ്മൾ ഇത്രയും സമയം ചെയ്ത മെത്തേഡിലാവുമ്പോൾ ഇവിടെയാണ് ഈ രണ്ട് അറ്റം വരാം, ഇതിൻ്റെ അപ്പുറം ഇപ്പുറം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന നൂലാണെങ്കിലും ഗിയർ വയറാണെങ്കിലും പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു ബീഡ് ഈ ഒരു ബീഡ് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ വരണം. നെക്സ്റ്റ് വന്നിട്ട് ഈ സൈഡിലത് ഗിയർ വയർ ഈ ഒരു ബീഡിലൂടെ വന്നിട്ട് ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇങ്ങനെ വരണം, കുറച്ചൊന്നിങ്ങനെ ചുറ്റി വരണം, എന്നിട്ട് ഇവിടെ ഇതേപോലെ എത്തിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും. ഇങ്ങനെ ചുറ്റി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് 2 ബീഡ് കോർക്കുക, ഓപ്പോസിറ്റിൽ ഒരു ബീഡ് കോർത്തിട്ട് ആ ഒരു ബീഡിലേക്ക് ഓപ്പോസിറ്റായിട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതേപോലെ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഈ മേലത്തെ ഭാഗത്തുള്ളതിൽ ബീഡ് കോർക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ബീഡ് കോർത്തിട്ട് അതിനെ ജസ്റ്റ് ഇതേപോലെ വെച്ച് നോക്കുക. കണ്ടോ, ഇതേപോലെ വെച്ച് നോക്കുക. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വന്നിട്ട് ഈ ഒരു ബീഡാണ്, കാണുന്നുണ്ടോ? ഈ ഒരു ബീഡാണ് വേണ്ടത്. ഇങ്ങനെ വെച്ചു. ഇനി ഇതേപോലൊരു ബീഡ് വേണം, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ബീഡ് കൂടെ കോർത്തിട്ട് ഓപ്പോസിറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബീഡ് കോർക്കുക, ഓപ്പോസിറ്റ് അടുത്ത ഗിയർ വയർ കോർക്കാം. ടൈറ്റ് ചെയ്യാം. ഓരോരോ ബീഡ് കോർത്ത് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബാഗ് ലൂസാവും. ബാഗല്ല, നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വന്നു. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ വന്നു. നമ്മൾ ആദ്യം കോർത്ത ഭാഗത്ത് വരുന്ന ഗിയർ വയർ അതിൻ്റെ തൊട്ടടുത്ത്, ഇപ്പോൾ ഓൾറെഡി ഇതിൽ കോർത്തിട്ടുണ്ട്, ഇനി വന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത ഈ ഒരു ബീഡിലേക്ക് കോർക്കുക. ഓക്കെ, അതിനെ വലിച്ചെടുക്കുക. ഈ സൈഡിലേക്ക് വരുന്ന ഗിയർ വയർ ആണെങ്കിലും ത്രെഡ് ആണെങ്കിലും ഈ തൊട്ട ഇവിടെയുള്ള ഈ ബീഡിലേക്ക് കോർത്ത് പോവാം. ഇപ്പുറത്തെ സൈഡിലുള്ളതിൽ നമ്മൾ എക്സ്ട്രാ പുതിയ ബീഡ് കോർക്കണം കേട്ടോ. ഒരു പുതിയ ബീഡ് കോർക്കുക, എന്നിട്ട് വേറൊരു ബീഡ് എടുത്തിട്ട് ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഈ ഭാഗത്ത് ഈ ഒരു ഗിയർ വയറാണുള്ളത്, ഇതിനെ ഇതിലേക്ക് കോർക്കാം. ഇതിലേക്ക് ഒരു ബീഡ് കോർക്കാം. അടുത്ത ബീഡ് കോർത്തതിന് ശേഷം ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഇതേപോലെ ചെയ്യാം. ഓക്കെ, ഇതേപോലെ വരും. ഈ ഒരു മെത്തേഡ് ഇവിടെ വരെ എത്തിക്കുക. അപ്പോൾ ഞാൻ ഇത്ര വരെ എത്തിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ലാസ്റ്റ് ഭാഗം എത്തിയിട്ട് ഞാൻ വീണ്ടും പറയുന്നത്, ആ ഒരു മെത്തേഡ് മനസ്സിലാവാതെ വരികയാണെങ്കിൽ വീണ്ടും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണം. നേരെ ഇതിൽ ഒരു ബീഡ് കോർത്ത് ഓപ്പോസിറ്റ് ചെയ്യാതെ ഈ സൈഡിലേക്ക് വരുന്ന ബീഡിനെ, കാണുന്നില്ലേ, ഈ ഒരു സൈഡിൽ വരുന്ന ബീഡിനെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കോർത്ത് ഇതിനെ രണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്യാതെ ഇവിടെ ഒന്ന് കോർക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു ത്രെഡിനെ എത്തിക്കണം. അതാണ് നമ്മുടെ എന്താ പറയുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ വന്നു കേട്ടോ. ഇനി ഈ ഒരു എന്താ പറയുക, ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ബീഡിനെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് കോർത്തെടുക്കുക.
കണ്ടോ? ഇനി വന്നിട്ട് നേരത്തെ അതേ മെത്തേഡിൽ തന്നെ പോവാം. ഇവിടെ ഇങ്ങനെ കോർക്കുക, ഇതിൽ കോർക്കുക, ഓപ്പോസിറ്റ് വരിക, ഇവിടെ വരെ എത്താം. ഇവിടെ വരെ ഇതേ മെത്തേഡിൽ തന്നെ പോവാം. അപ്പം ഇവിടെ 2 ബീഡ് കോർക്കാം. സംശയം വരികയാണെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ മതി കേട്ടോ, സംശയം ക്ലിയർ ആവും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആവും. ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി വന്നിട്ട് ഓപ്പോസിറ്റായിട്ട് വേണം. ഇതേപോലെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാക്കയായിരുന്നു മ്യൂസിക് ഇടാറ്. ഇന്ന് വന്നിട്ട് നേരത്തെ പൂച്ച ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടു. ആൾ പോയി. ആൾക്ക് വിശന്നിട്ടാണെന്ന് തോന്നുന്നു, ഭക്ഷണം കൊടുത്തപ്പോൾ പോയി. ഇപ്പോൾ കോഴി മ്യൂസിക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കോഴിയല്ലേ. ഓക്കെ, ഞാൻ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഉണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ചെയ്യുന്ന വർക്കിൽ ശ്രദ്ധിക്കണം. ചിലർക്ക് പെട്ടെന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കാര്യം പിടിയിട്ടിട്ടുണ്ടാവും, ചിലർക്ക് അങ്ങനെ മനസ്സിലാവില്ല. അപ്പം ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ വന്നിട്ട് ഗിയർ വയർ തീരാറായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും അടുത്ത വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വയറിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ ബീഡ് കോർക്കാം. ഇതിലും ബീഡ് കോർക്കാം. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നു കേട്ടോ. ഇവിടെ ഒന്ന് പിരിച്ചിട്ട് എടുക്കാം. ഓക്കെ, ബാലൻസ് വരുന്ന ഭാഗം കുറച്ച് അവിടെ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നത്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇപ്പം ഞാൻ ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഹോൾസിലൂടെ ഉള്ളിലേക്ക് കയറ്റാം. അപ്പോൾ അവിടെ ഇങ്ങനെ കുരുങ്ങി നിൽക്കാൻ പാടില്ല. നമ്മൾ അടുത്ത ഗിയർ വയർ ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കേണ്ടത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഉള്ളിലേക്ക് ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുക്ക് വീണ പോലെ ആയിക്കഴിഞ്ഞാൽ കോർത്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, കണ്ടോ, അത് അതിൻ്റെ ഉള്ളിലേ അവിടെ ഒരു കെട്ട് വീണത് പോലും അറിയില്ല, അങ്ങനെ ഒരു കെട്ടുള്ളത് പോലും അറിയില്ല. ഇനി വീണ്ടും ഗിയർ വയർ എടുക്കാം. കട്ട് ചെയ്യാം. ഒരു ഗിയർ വയർ
കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ലെങ്ത്തിൽ എടുക്കുക, ഒരുപാട് ലെങ്ത്തിൽ ആവണ്ടെന്നാണ് ഞാൻ പറയുക കേട്ടോ. എനിക്കിങ്ങനെ കുരുക്ക് വീട് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു എന്തോ ഒരു പോലെ തോന്നും. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്, സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് അവസാനിപ്പിച്ചത്, അപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു വയറിൻ്റെ ഒരറ്റം കോർത്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്ന ഭാഗമാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ സൈഡിലേക്ക് രണ്ടറ്റവും വരുന്ന രീതിയിൽ കോർത്തെടുക്കണം. ഓക്കെ, ഈ ഒരു സൈഡിലാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കോർത്ത് നോക്കിയാൽ തന്നെ, കോർത്തിട്ട് ഇങ്ങനെ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത ബീഡ് എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് കോർക്കേണ്ടത്. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ മനസ്സിലായില്ലേ, ഇവിടുത്തെ ബീഡാണ് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് കോർക്കേണ്ടത്. അപ്പോൾ അതേപോലെ കോർക്കാം. ഇതേപോലെ കോർത്ത് വെച്ചു. ഓക്കെ, ഇതേപോലെ വെച്ചതിന് ശേഷം ഇത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഈ ഒരു സെൻറ്ററിലുള്ള ഇങ്ങനെ തള്ളി നിൽക്കുന്ന ബീഡില്ലേ, അത് വെച്ചിട്ട് എണ്ണുന്നതാണെങ്കിൽ 7 ബീഡ് വേണം. 1 2 3 4 5 6 7. വലിയ ബേഗ് ഉണ്ടാക്കുന്നവർ എണ്ണം കൂട്ടാം, പക്ഷേങ്കിൽ ഒറ്റ സംഖ്യയിലായിരിക്കണം. ഇവിടെ വന്നിട്ട് 6 ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ എടുക്കുന്ന ഒറ്റ സംഖ്യയാണ്, ഇവിടെ ഒറ്റ സംഖ്യ ആയിരിക്കില്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ നേരെ പകുതി ആയിരിക്കണം ഇവിടെ വരേണ്ടത്. മനസ്സിലായോ? ഈ ഒരു ലാസ്റ്റ് പാർട്ടിൽ കിട്ടുന്നത് ഇവിടെ വന്നിട്ട് 6 ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കൊടുക്കാം. ഓക്കെ, 3 ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇവിടെ 3 ആയാൽ ഇതിൻ്റെ നേരെ പകുതി 3 ആയിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത്രേ വരുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വന്നിട്ട് ഓക്കെ, അത് മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മെടഞ്ഞെടുക്കണം. ഇങ്ങോട്ടേക്ക് മെടഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന 6 ഇപ്പം എനിക്ക് 6 കിട്ടിയില്ലേ, ആ ഒരു 6ൻ്റെ പകുതി ആയിരിക്കണം ഈ 3 ബീഡിലായിരിക്കണം ഇങ്ങോട്ടേക്ക് തിരിച്ച് വരേണ്ടത്. ഓക്കെ, ഇവിടെ മുഴുവനായിട്ട് പോവാതെ ഇവിടെ ഈ 3ാമത്തെ ബീഡിൽ നിർത്തണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിൽ സെൻറ്ററിൽ ഒറ്റ സംഖ്യ വരും, അതിൻ്റെ തൊട്ട് താഴെ ഇപ്പം 9 ആണെങ്കിൽ തൊട്ട് ഇപ്പുറത്തെ ഏതാ വരിക, 8 വരും. ഓക്കെ, അങ്ങനെ 11 ആണെങ്കിൽ തൊട്ട് ഇവിടെ ഇപ്പോൾ 11 വരുമ്പോൾ ഇവിടെ 10 അങ്ങനെയല്ലേ വരിക. അതിൻ്റെ നേരെ താഴെ ഒരു സ്റ്റെപ്പ് താഴെയുള്ള നമ്പറിൽ വരിക. അപ്പോൾ അതിൻ്റെ പകുതി മനസ്സിലായോ? ഇവിടെ എടുക്കുമ്പോൾ ഒറ്റ സംഖ്യ എടുക്കുക, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ഇരട്ട സംഖ്യ വരും. അതിൻ്റെ നേർ പകുതിയിലായിരിക്കണം നമ്മളിങ്ങനെ മെടഞ്ഞെടുക്കേണ്ടത്. അതേപോലെ ഇവിടെ ഇപ്പോൾ സെയിം 6 വന്നാൽ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ പകുതി തന്നെ വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1 2 3 4 5 6 ഇവിടെ അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. 6, അപ്പോൾ അതിൻ്റെ നേരെ പകുതി 3 ഇവിടെ എടുത്തു. അതേപോലെ ഇവിടെയും 3 ബീഡിൽ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് മെടഞ്ഞെടുക്കണം. ഈ 3 എത്തി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യല്ല, അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഇവിടുത്തെ പകുതി വരെ ആയിരിക്കണം. ഓക്കെ, 3 കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ പകുതിയിലായിരിക്കണം. എനിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത് കോർത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 2 ബീഡ് കോർത്തു, നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബീഡ്, ഇതേപോലെ കോർത്തു. ഇതേപോലെ
ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ കോർത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ 3. ഈ ഒരു 3-മത്തിൽ എത്തിയപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ചെയ്യാം. ഇതിനിങ്ങനെ താഴെ ഇങ്ങനെ വെച്ചതിന് ശേഷം നോക്കുക. ഫസ്റ്റ് ബീഡ് കോർക്കുക. ഇതേപോലെ വന്നു. ഇനി ഇതിനെ ഇവിടെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഇതേപോലെ. ഓക്കെ, കണ്ടോ? ഇനി നേരെ ഇത് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ 2 ബീഡ് കോർക്കാം. മൂന്നാമത്തെ ബീഡിന് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഈ ബീഡിൻ്റെ അടുത്തുള്ള എൻഡ് ഇതിലേക്ക് കോർക്കാം. ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവിടെ ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പത്തെ ഭാഗത്തേക്ക് എൻഡ് വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇപ്പത്തെ സൈഡിൽ കോർക്കുന്ന ബീഡ് ഓപ്പോസിറ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. വീണ്ടും ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാം. മുന്നോട്ടല്ല, ഇനിയിപ്പം ഇവിടെ എത്തിയില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ബീഡാണിത്. ഇനി ഇതെങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതിനെ ചുറ്റിയെടുക്കട്ടെ. അപ്പം വലുതാണ്, കുറേ ബീഡ് വെച്ചിട്ട് വലുതാണ് ചെയ്യുന്നവർക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ചുറ്റുന്നതിന് നല്ലത് ഈ കൈ കൊണ്ട് ചുറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് ഇവിടെ അവസാനിപ്പിച്ചത് എങ്ങനെ എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെയാണുള്ളത്, ഹാർട്ട് ഷേപ്പാണ്.
നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇതിലേ വന്നു, ഇതിലേ പോയി, ഇതിലേ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. നേരെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇനി ഇതിവിടെ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് 1 2 3 4 5 6. അതേപോലെ ഈ ഒരു സൈഡിലും 6 വേണം. 2 4 6. ഓക്കെ, കണ്ടോ, ഇവിടെ 6 വന്നു, ഇവിടെ 6 വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ കിട്ടുന്നത് അതുതന്നെ ഇവിടെയും വരാം. പിന്നെ ഇവിടെ വന്നിട്ട് 3 ഉണ്ട്, സെയിം ഇവിടെ വന്നിട്ട് 3. ഓക്കെ, മനസ്സിലായല്ലോ. ഈ ഒരു ഷേപ്പാണ് വരിക. അടുത്ത വന്നിട്ട് ഇതേപോലത്തെ ഒന്നുകൂടെ ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വെക്കാം. ഇതേപോലെ ഒരുമിച്ച് വെക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടാണ് അടുത്ത വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നമുക്ക് ഇനി ഇതേപോലെ വെച്ചു. ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ബീഡല്ലാതെ ഇവിടെയാണ്, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായി തോന്നുന്നത് അങ്ങനെ ചെയ്യാം. നമ്മൾ ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഇവിടെ ഒരു ഓപ്പൺ കുറച്ചുകൂടി വലുതായിട്ട് കാണും. ഇവിടെ ആകുമ്പോൾ അത്രയും ഉണ്ടാവില്ല. വലിയ ബാഗിനാകുമ്പോൾ പ്രശ്നം വരില്ല. കുഞ്ഞ് ഇതൊക്കെ കോയിൻ ഇടാൻ വേണ്ടിയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗിയർ വയറിനെ ഇപ്പുറത്തേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് പിരിച്ചു പോയി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയുമ്പം അങ്ങനെ അറിയാതെ അങ്ങ് പിരിച്ചങ്ങ് വിട്ടുപോയതാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്തിട്ട് ഓക്കെ, അത്രയൊന്നുമില്ല കേട്ടോ. ഗിയർ വയർ അവിടെ അവസാനിക്കുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അവസാനിക്കാതെ ഇപ്പം എൻ്റെ കയ്യിൽ ഗിയർ വയർ ഉണ്ടല്ലോ, ഇതിൽ ഓൾറെഡി ഇത്ര ലെങ്ത്തിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അത് നശിപ്പിച്ച് കളയണ്ട. അപ്പോൾ തീർന്നു പോയവർ വീണ്ടും അവിടെ ഒന്നുകൂടെ ഇതിനെ കെട്ടി വെച്ചിട്ട് അടുത്തത് കോർക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ഇതിനെ ഓപ്പോസിറ്റായിട്ട് വെക്കാം. എനിക്ക് ഈ ഒരു സൈഡിലാണ് അടുത്ത ബീഡ് കോർക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇതിനെ ഇതിൻ്റെ അടുത്തേക്ക് വെച്ചു. ഓക്കെ, അടുത്തേക്ക് വെച്ചതിന് ശേഷം രണ്ടും വേറെ വേറെ കളർ എടുത്താൽ മതിയായിരുന്നു അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ. ഇതിലേക്ക് കോർക്കാം. ഓക്കെ, ഇതേപോലെ കോർത്ത് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടെയാണ് ജോയിൻ ചെയ്തത് കേട്ടോ. ഇങ്ങനെ വരുന്നതിൽ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ഇവിടെ ഈ രണ്ടാമത്തെ ബീഡിൽ ആണുള്ളത്. ഇതേപോലെയാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിനെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി ഈ രണ്ട് സൈഡിലും ബീഡായി. ഇനി നമുക്ക് സെൻറ്ററിലെ ബീഡിനെ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സെൻറ്ററിലേക്ക് ഒരു ബീഡിനെ എടുക്കാം, ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഇതേപോലെ കണ്ടോ, അവിടെ ജോയിൻ ചെയ്തു. ഇനി വന്നിട്ട് ഈ ഒരു ത്രെഡിനെ ഇതിലേക്കും ഈ ഒരു ത്രെഡിനെ ഇപ്പുറത്തേക്കും മാറ്റാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നവർ ഒന്ന് സ്പീഡ് കൂട്ടി കാണുക കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാനിങ്ങനെ എത്രത്തോളം മെല്ലെ പറയാൻ പറ്റുമോ എത്രത്തോളം ഞാൻ പറയുന്നുണ്ട്. മനസ്സിലാവാത്ത ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്നൊരു ഇത് വരുന്നുണ്ടല്ലോ. പിന്നെ ഞാനിത് പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, ഇതിനെ രണ്ടിനെയും രണ്ട് ഭാഗത്തോടെ കോർത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വന്നു. എക്സ്ട്രാ ബീഡ് കോർക്കുന്നതല്ല, ഇവിടെയുള്ള ബീഡിലേക്ക് തന്നെ കോർത്തു. ഇനി വന്നിട്ട് സെൻറ്ററിൽ മാത്രമേ എക്സ്ട്രാ ഒരു ബീഡ് കോർക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ കോർക്കാം.
ഓക്കെ. എന്നിട്ട് ഇതിൽ കോർക്കാം. അടുത്തത് ഇവിടെ കോർക്കാം. ഓക്കെ, ഇതേപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് ടൈറ്റ് ആകാത്തതുകൊണ്ട് കുറച്ചൊരു തെന്നി നിൽക്കുന്ന പോലെ ഉണ്ട്, തെറ്റി നിൽക്കുന്നത് പോലെ. അപ്പോൾ ഇവിടുത്തെ ത്രെഡിനെ ഒന്ന് വലിച്ച് ടൈറ്റാക്കാം. ഓക്കെ. ഇനി വീണ്ടും സെൻറ്ററിലെ ബീഡിനെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കറണ്ട് ഇപ്പോൾ വന്നതാണ്. ഓക്കെ, ഇത് സെൻറ്ററിൽ ഇതേപോലെ ബീഡ് കോർക്കാം, ഓപ്പോസിറ്റ് ആക്കാം. ഇനി വന്നിട്ട് നേരെ ഇങ്ങനെ വെക്കാം. അപ്പം ഓൾറെഡി ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് ഇതിലേ വരണം, അതേപോലെ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പം അതും ഇതേ മെത്തേഡ് തന്നെയാണ്. തൊട്ടടുത്തുള്ള 2 ബീഡിൽ കോർക്കാം, എന്നിട്ട് സെൻറ്ററിൽ പുതിയൊരു ബീഡ് ആഡ് ചെയ്യാം. ഓക്കെ, വയറ് തീർന്നാൽ അവിടെ മനസ്സിലാവാത്ത രീതിയിൽ കെട്ടി വെക്കുക. അടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? അടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലേക്ക് മാറ്റുക. എന്നിട്ട് പുതിയ ഗിയർ വയർ എടുക്കാം, വീണ്ടും കോർക്കാം, എന്നിട്ട് വീണ്ടും ഇതേ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ മെത്തേഡ് തന്നെ ഇനി കാണിച്ചു തരേണ്ട ആവശ്യമില്ലയെന്ന് തോന്നുന്നു. ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇങ്ങനെയാണ് കേട്ടോ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ കോർത്തെടുക്കുക. മെഡന് ഇത് രണ്ടിനെയും കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. നമ്മൾ ബാഗ് ചെയ്യുമ്പോൾ 2 ഭാഗവും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ജോയിൻ്റ് ആവണ്ടേ, എന്നാലും മാത്രമേ നമുക്ക് അതിലെന്തെങ്കിലും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 ഹാർട്ട് ഷേപ്പ് സെറ്റായി. ഇനി രണ്ടിനെ ഒന്ന് ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തുള്ള 2 ബീഡിൽ കോർക്കുക, സെൻറ്ററിലെ ബീഡിൽ ഓപ്പോസിറ്റായിട്ട് പുതിയൊരു ബീഡ് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വരെ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓൾറെഡി വീഡിയോ ഒരുപാട് ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് വന്നിട്ട് ലാസ്റ്റ് ഭാഗമായിട്ടോ, ഏറ്റവും ലാസ്റ്റ്. ഇനി ഇതാ ഇങ്ങനെ കോർത്തു, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ബീഡിൽ കോർത്തു. അടുത്ത വന്നിട്ട് ഇതിലാണ് കോർക്കേണ്ടത്. ഇതിൽ കോർത്ത് നമ്മളവിടെ അവസാനിപ്പിക്കണം. പക്ഷേ ഞാൻ ഇതിൽ കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കെട്ട് ഇവിടെയായിട്ട് വരും, അറ്റത്തായിട്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീഡിൽ കോർത്ത ഇതേ ത്രെഡ്, ഇതേ ഒരു വയർ കൊണ്ട് തന്നെ ഇപ്പുറത്തെ ബീഡിൽ ഞാൻ കോർക്കാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ ലെങ്ത് ഉള്ളവരാണെങ്കിൽ ഈ ഒരു വയറില്ലേ, ഇതിലേ വന്ന വയറ് ഇതിലേ എടുക്കാം. ഇത് സെൻറ്ററിൻ്റെ ഇപ്പുറത്തൂടെ എടുത്തിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതിവിടെ എനിക്ക് അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിരിച്ച് വെച്ചിട്ടുണ്ട്. ബാലൻസ് വന്നത് കട്ട് ചെയ്തു. ബാലൻസ് അത്രയൊക്കെ ബാലൻസ് ബാക്കി വരുന്നവർ കളയണ്ട കേട്ടോ, ആവശ്യം വരും. നിങ്ങൾക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്, കളയാതിരിക്കുക. പിന്നെ ചെറിയ ചെറിയ പീസൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാലിന് തെറിക്കും, ശ്രദ്ധിക്കണം. വർക്ക് കഴിഞ്ഞാൽ ചുറ്റുപാടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. കാലിന് തറിക്കും ചെറുതായിട്ടൊക്കെ, കാലിനിങ്ങനെ കയറാതിരിക്കില്ല. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഇവിടെ പിരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിരിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള
ബീഡിലേക്ക് ഏതെങ്കിലും ഒരു ബീഡിൽ കോർക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബീഡിൽ കോർക്കാം. ഇതിൽ കോർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വർക്ക് വന്നിട്ട് ഇവിടെയാണ് തുടങ്ങാം. പിന്നെ അവിടെ ഇങ്ങനെ കുരുങ്ങി പോകണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ബീഡിൽ ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഹോൾസിലേക്ക് കയറ്റാം. കുറേ സമയം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനൊരു എന്താ പറയുക, കണ്ണിങ്ങനെ കുറേ സമയം പൂട്ടി വെച്ച് റിലാക്സ് ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഞാൻ ഇതിനും കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് കണ്ണ് അങ്ങനെയെല്ലാം വരുമ്പോൾ കണ്ണിനൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ജസ്റ്റ് കുറച്ച് ഒരു 5-10 മിനിറ്റ് കണ്ണ് പൂട്ടിയിട്ട് ഒന്ന് വെക്കുക. ഓക്കെ, ഇതേപോലെ ചെയ്തു. കണ്ടോ, ഇവിടെ അവസാനിക്കുന്നതും കണ്ടോ, ഇതേപോലെയാണ്. അപ്പോൾ നമ്മൾ ആൾ സെറ്റായി കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മൾ ബാഗിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനമോ വേണമെങ്കിൽ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ 3 സൈഡ് മടിച്ചിട്ട് ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ അറ്റത്ത് വരുന്ന ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കുഞ്ഞാണ്, ചെറുതാണ്. അപ്പോൾ കോയിനൊക്കെ ഇടാം. പിന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ ഹാൻഡ് ബാഗോ പേഴ്സോ ഒന്നും പൊതുവേ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞിലാകുമ്പോൾ മോളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. അവർക്ക് കുഞ്ഞു ബാഗൊക്കെ അല്ലേ കുറച്ചുകൂടി ഇഷ്ടം തോന്നാം. ഓക്കെ, ഞാൻ ഗിയർ വയർ അളവെടുക്കാം. നമുക്ക് ഈ ഒരു ഇതിന് ഇതിന് പറയുക, കയല് പിടി എന്നൊക്കെ പറയില്ലേ, ഇതിന് എത്ര ലെങ്ത്ത് വേണോ അത്രയും എടുക്കാം. ഇപ്പോൾ 2 മടക്കായിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെ എടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ലാസ്റ്റ് വന്നിട്ട് ജോയിൻ ചെയ്യുമ്പം എക്സ്ട്രാ ഒരു ബീഡ് കോർക്കുന്നില്ലേ സെൻറ്ററിലായിട്ട്, ഈ ഒരു ബീഡില്ലേ സെൻറ്ററിലായിട്ട് ഫസ്റ്റ് കോർത്ത ബീഡ് ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഓക്കെ, ആ ഒരു ബീഡിൽ കോർക്കാം. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ബീഡാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിനൊന്നിങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട് ഗിയർ വയറിനെ. ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ട് ആവശ്യമായ ബീഡ്സ് കോർക്കാം. അറ്റവും ഇതേപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അറ്റം അവസാനം നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വരും. എന്നാലും കോർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പിരിച്ച് വെച്ചതാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ ആവശ്യമായ ബീഡ്സൊക്കെ കോർക്കുക. ബീഡിന് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ലെങ്ത്ത് കൂടിയാൽ എനിക്കും പ്രശ്നമാണ്, കാണുന്നത് നിങ്ങൾക്കും പ്രശ്നമാണ്. എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തന്നെ 3-4 ദിവസം എടുക്കും. അത്രയും റേഞ്ച് കുറവാണ് അതിൻ്റെ. അപ്പോൾ പിന്നെ വേറൊരു ആപ്പും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണാനോ വാട്സപ്പോ ഇൻസ്റ്റോ ഒന്നും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. റേഞ്ച് ഉണ്ടാവില്ല, കിട്ടില്ല അപ്ലോഡ് ചെയ്ത് തുടങ്ങിയാൽ. അപ്പോൾ ലെങ്ത്തുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനൊരു കുഴപ്പമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്, റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ കൂടെയുള്ളവർ കൂടെ തന്നെ നിൽക്കാം. പിന്നെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്നവരെ കൂടെ കൂട്ടുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർക്കിനോട് താല്പര്യമുള്ളവർക്ക്
എന്താ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ചാനലിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ആരെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം അവർക്ക് അത് ഇതിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ. അങ്ങനെയുള്ളവർ നിങ്ങളും കൂടെ കൂട്ടുക കേട്ടോ. ഇങ്ങനൊരു ചാനലുണ്ട്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഒന്ന് പറ. ഓക്കെ, പിന്നെ എന്താ വേറെന്തോ പറയുന്നത്. ഞാൻ ഹെയർ ബാൻഡ് ഞാൻ ചെറിയ ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഹെയർ ബാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ഏണിംഗ് ഒന്നും കിട്ടില്ലെങ്കിലും ഒരുപാട് ബൾക്കായിട്ട് എടുത്താൽ ഏണിംഗ് കിട്ടും. അല്ലാതെ ചെറിയ രീതിക്കൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളൊരു 500 രൂപയൊക്കെ കയ്യിലുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹെയർ ബാൻഡ് തരാം. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടായ ഫോളോയബിലിറ്റീസ് എന്ന അക്കൗണ്ടിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾ ശ്രമിക്കുമെന്നുണ്ടെങ്കിൽ, ശ്രമിച്ചാൽ സെയിൽ ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, നിങ്ങൾ ശ്രമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് വന്നിട്ട് ഇത്രയും കോർത്തപ്പോൾ എനിക്ക് ഇത്ര മതിയെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചുകൂടി ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇത്ര ആകുമ്പോൾ കുറച്ചുകൂടി ക്യൂട്ടായി തോന്നുന്നുണ്ട്. കണ്ടോ? എന്നിട്ട് ഈ ഒരു പിരിച്ച ഭാഗത്തെയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു ബീഡ് കോർത്ത് വന്നില്ലേ, എന്താ ഇത്, അതിലൂടെ കോർക്കാം. ഈ ഒരു ഭാഗം രണ്ടറ്റവുമായി ഒരു വയറ് മാത്രമേ കേട്ടോ കോർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ രണ്ടിനെയും നല്ല രീതിക്ക് പിരിച്ച് വെക്കാം. ഞാനെല്ലാം ഈ ഉണ്ടാക്കിയ സാധനമാണ് പിരിക്കുന്നത്. ഈ ഒരു കൈ കൊണ്ട് പിരിക്കുമ്പം മിക്കവാറും ക്യാമറ തട്ടിപ്പം, അതുകൊണ്ടാണ് എല്ലാം ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതേപോലെ പിരിച്ചെടുത്തിട്ട് നമുക്ക് മറ്റൊരു ബീഡിൻ്റെ ഉള്ളിലേക്ക് കോർക്കേണ്ട ഭാഗം ഒഴികെ ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അടുത്തുള്ള ഏതെങ്കിലും ബീഡിൽ കോർത്ത് വെക്കാം. ഓക്കെ, എന്താണെന്നറിയില്ല, ഇപ്പോൾ പെട്ടെന്ന് കോർക്കാൻ പറ്റി. ചിലതങ്ങനെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലേക്ക് കോർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിരിച്ച് വെച്ചതല്ലേ, അപ്പോൾ ഇതെന്തായാലും വേഗം കോർക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതേപോലത്തെ വ്യത്യസ്തമായ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ വരാം. ഓക്കെ, കണ്ടോ? നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ. ഇതൊക്കെ ബീഡിൽ നിന്ന് വരുന്ന, ബീഡിൽ എന്തൊരു ഭാഗം ഇങ്ങനെ തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഗിയർ വയർ പുറത്ത് വന്നതല്ല, നമ്മൾ കെട്ടിയ വയറൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. എവിടെയും ജോയിൻ ചെയ്തത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിനായിട്ട് കുറച്ച് സമയം ഇരിക്കേണ്ടി വരും, അത്രയ്ക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് കേട്ടോ വർക്ക്. അപ്പോൾ നിങ്ങൾ വലുതായിട്ട് ചെയ്യുമ്പം ഒന്നേ ശ്രദ്ധിക്കൊണ്ടു, ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഈ തിരിച്ച് നിൽക്കുന്ന ഭാഗം ഒറ്റ സംഖ്യയിൽ എടുക്കുക. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇരട്ട സംഖ്യ വരും. അതിൻ്റെ പകുതി ആയിരിക്കണം ഈ ഭാഗത്തെടുക്കുക. അതിൻ്റെ ഇവിടെ എത്രയാണോ കിട്ടുന്നത് അവിടെ അത് തന്നെ ആയിരിക്കും ഇവിടെ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 6 ആകുമ്പോൾ 6ൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെയും ഒരേ നമ്പർ ആയിരിക്കണം, ഇവിടെയും ഒരേ നമ്പർ ആയിരിക്കണം. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരു ക്യൂട്ടായിട്ടുള്ള ഇത്രയും നല്ലൊരു ബാഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ എത്താൻ വേണ്ടി ശ്രമിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്തത് ഇതാണ്, പിന്നെ കുറച്ച് വലുത് ട്രൈ ചെയ്ത് ഫിനിഷ് ചെയ്തില്ല, പകുതിയിലെത്തിയപ്പോൾ പിന്നെ ഓക്കെ അതവിടെ ഇട്ടു. അങ്ങനെ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തത് ഇതാണ് കേട്ടോ, മുഴുവനായിട്ടും വർക്ക് ചെയ്ത് ഇതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ക്യൂട്ടാണ് കേട്ടോ.
സത്യം നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് ബാഗ് കേട്ടോ. അടിപൊളി. ഞാൻ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ തന്നെ അതന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ.